എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ LDC കണ്ണൂരിന്റെയും അതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെയും കഴിഞ്ഞു. അപ്പോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. 100 മാർക്കിന്റെ എക്സാം 1.5 മണിക്കൂറാണ്. ഒറ്റ എക്സാമേ ഉള്ളൂ LDC. അപ്പൊ ആകെ ഒരു എക്സാം, പ്രിലിംസ് മെയിൻസ് അങ്ങനൊന്നും ഇല്ല, ഒറ്റ എക്സാം. അപ്പൊ ഈ ഒരു എക്സാമിൽ നിന്ന് ജോലിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത, നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് കാണാം. ഇപ്പൊ നമ്മൾ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമാണ് പറയുന്നത്. പ്രൊഫഷണൽ ആൻസർ കീ PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തു. അപ്പൊ അത് പ്രകാരമുള്ള ആൻസേഴ്സ് ആയിരിക്കും പറയുന്നത്. ആദ്യ ചോദ്യം, ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. ആൻസർ മാലിദ്വീപ്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേൽ നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി. ഏത് ഓപ്ഷൻ വായിച്ചാലും ഉത്തരത്തിലെത്താൻ പറ്റും. ആൻസർ VP മേനോൻ. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് 1949 നിലവിൽ വന്നതാണ്. ഏപ്രിൽ 4. ഇത് 32 അംഗങ്ങളുണ്ട്. 32ാമത്തെ അംഗരാജ്യം സ്വീഡൻ ആണ്. 31ാമത്തത് ഫിൻലാൻഡ് ആണ്. ഇത് ബ്രസൽസ് ബെൽജിയത്തിലാണ് ആസ്ഥാനം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. സമത്വ സമാജം അയ്യങ്കാളി, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ നമ്മുടെ സമത്വ സമാജം എന്ന് പറയുന്നത്, ആൻസർ സമത്വ സമാജം അയ്യങ്കാളിയാണോ? അല്ല, സമത്വ സമാജം എന്ന് പറയുമ്പോൾ വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദന. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പന. അത് തെറ്റാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട് ശരിയാണ്. ഗുരുദേവൻ SNDP ആണ് ബന്ധപ്പെട്ടത്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘമാണ് ബന്ധപ്പെട്ടത്. അപ്പൊ ഇതിനകത്ത് ആൻസർ വരുന്നത് 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ C ആണ്. ഉത്തരം 2, 4. ആൻസർ എന്താണ്? 2, 4 ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. എന്താണ് നമ്മുടെ 5ാമത്തെ ചോദ്യം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? നമുക്ക് ഉൾപ്പെടാത്തതാണ് വേണ്ടത്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഇതെല്ലാവർക്കും അറിയാം. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ് എന്ന് മൗണ്ട് ബാറ്റൺ പ്രഭു ജൂൺ 3 പദ്ധതിയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ജൂൺ 3 പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത് ക്ലിയർ ആണ്. അപ്പൊ ഈ 4 ഉൾപ്പെടാത്തതല്ല എന്ന് മാത്രം അറിയാം. പിന്നെ ഈ 3 എണ്ണത്തില് നല്ലതായിട്ടൊരു കൺഫ്യൂഷൻ വരും. ഇവിടെ ആൻസർ വരുന്നത് 1 മാത്രമാണ്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കും എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ളത്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഞാനാണ് രാഷ്ട്രമെന്ന് ലൂയി 11. എനിക്ക് ശേഷം പ്രളയമെന്ന് ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ? ഇങ്ങനെ പറഞ്ഞത് മേരി ആന്റോയിനറ്റ്. നമുക്ക് വേണ്ടത് ശരിയാണ്. ഞാനാണ് രാഷ്ട്രമെന്ന് ലൂയി 14 പറഞ്ഞത്, അതുകൊണ്ട് ഇത് തെറ്റാണ്. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. മേരി ആന്റോയിനറ്റ്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടി. അതും ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് 2ഉം 3ഉം ശരി.
2ഉം 3ഉം ശരിയാണ് നമ്മുടെ ഉത്തരം. ആൻസർ 6B ആണ്. അടുത്ത ചോദ്യം, പെനിൻസുലാർ ഇന്ത്യയിലെ നീളം കൂടിയ നദി? ഉപദ്വീപീയ ഇന്ത്യയാണ് പെനിൻസുലാർ. അപ്പൊ ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗോദാവരിയാണ്, 1465 കിലോമീറ്റർ നീളം. രണ്ടാം സ്ഥാനം കൃഷ്ണ, 1400 കിലോമീറ്റർ. പിന്നെ മൂന്നാം സ്ഥാനം 13-12 കിലോമീറ്റർ ഉള്ള നർമ്മദയാണ്. അപ്പൊ ഗോദാവരി നദിയെ വൃദ്ധഗംഗ എന്ന് വിളിക്കുന്നു. അപ്പൊ ഗോദാവരിയാണ് നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ നദി. വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഇന്ദ്രാവതിയും ശബരിയും ഇതിന്റെ പോഷക നദിയാണ്. ഇബ്ഡല് മഹാനദിയുടെ പോഷക നദിയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഉപദ്വീപ് നദികൾ നർമ്മദയും താപ്തിയുമാണ്. കിഴക്കോട്ടൊഴുകുന്നതാണ് 4 കൃഷ്ണ, മഹാനദി, ഗോദാവരി, കാവേരി. 4 ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്നു. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഭ്രംശ് താഴ്വരയിലൂടെ ഒഴുകുന്ന വലിയ നദി ഏത്? ഉത്തരം നർമ്മദ നദിയാണ്. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈം മെറിഡിയൻ ഗ്രീൻവിച്ചിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രൈം മെറിഡിയൻ ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്നു. നമുക്ക് ഗ്രീൻവിച്ച് രേഖയുണ്ട് അല്ലെ, നമ്മളുടെ സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സമയം 5.5 മണിക്കൂർ ഡിഫറൻസ് ആണ് ഗ്രീൻവിച്ച് സമയവുമായിട്ട് ഉള്ളത്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാ? സ്ഥിരമായി ഞാൻ ക്ലാസ്സിൽ പറയാറുള്ള ഒരു ചോദ്യമാണിത്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം. നമ്മൾ ഉടനെ നമ്മൾ എഴുതും എന്താണ്? ഗുജ, രാമച്ച, പമിത്ര. ഗുജറാത്ത്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, രാമച്ച, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ത്രിപുര. ഈ 3 കടന്നു പോകും. 23.5 ഡിഗ്രി നോർത്ത് ആണ് ഉത്തരായന രേഖ. ഈ 23.5 ഡിഗ്രി നോർത്ത് ഈ ഉത്തരായന രേഖയാണ്. ഇത് മാത്രമാണ് അക്ഷാംശ രേഖകളിൽ നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. ഇത് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനകത്ത് ഒഡീഷയില്ല. ഉത്തരം ഒഡീഷ. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? എൽനിനോ കാരണം കേരളത്തില് കാലാവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടായോ? വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കാം. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എൽനിനോ കാരണം കേരളത്തിന്റെ കാലാവസ്ഥ ഉഷ്ണം കൂടി, ചൂട് കൂടി. കേരളത്തിലെ ചൂട് കൂടാൻ കാരണം എൽനിനോ പ്രതിഭാസം. എന്നാൽ ഇത് കൂടുതൽ പ്രധാനമായും ബാധിക്കുന്നത് എവിടെ എന്നാണ് ചോദിച്ചത്? ആൻസർ തെക്കേ അമേരിക്ക. എൽനിനോ പ്രധാനമായും ബാധിക്കുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചു. ആൻസർ എന്താണ്? തെക്കേ അമേരിക്കയാണ്. അടുത്ത ചോദ്യം, വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്ത്? വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര്, ഉഷ്ണമരുഭൂമി രാജസ്ഥാനിലൊക്കെ ലൂ വീശുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലൂ ആണ് ഉഷ്ണക്കാറ്റ്. ഉഷ്ണക്കാറ്റാണിത്, വടക്കൻ സമതലങ്ങളിൽ വീശുന്നു. ഇനി ചിനൂക്ക് എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? അത് മഞ്ഞുതീനി എന്ന് വിശേഷിപ്പിക്കുന്ന കാറ്റാണ്. റോക്കി പർവ്വതനിരയിലൂടെ വീശുന്നു. കാൽബൈശാഖി പശ്ചിമ ബംഗാളിലൂടെ വീശുന്നതാണ്. അസമിലെ ഇതിന് നോർ വെസ്റ്റർ എന്ന് വിളിക്കുന്നു. വാണിജ്യ കാറ്റുകൾ അല്ലെ, വാണിജ്യ കാറ്റുകൾ എന്ന് ഒരേ ദിശയിൽ വീശുന്നു. ട്രൈഡൻസ് എന്നൊക്കെ വിളിക്കുന്നു. എന്നും ഒരേ ദിശയിൽ വീശുന്നു. അടുത്ത ചോദ്യം, കേരളത്തില് റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തില് റോഡ് ടണല് ഏത് ജില്ലയിലാണ്? ആൻസർ പാലക്കാട് ജില്ലയിലാണ്. തൃശൂർ ജില്ലയിലാണ് കേരളത്തില് എന്തുണ്ടായത്? റോഡ് ടണൽ. ആൻസർ തൃശൂർ. റോഡ് ടണൽ ഏത് ജില്ലയിൽ? ആൻസർ തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ തൃശൂരിലാണ്. ഇനി ചോദ്യം, 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? അപ്പോ 91 പ്രതിസന്ധി ഉണ്ടായി, അതെല്ലാവർക്കും അറിയാം.
തൊണ്ണൂറ്റി എന്തുണ്ടായി? പ്രതിസന്ധി ഉണ്ടായി എന്ന് എല്ലാവർക്കും അറിയാം. കുതിരാനാണ് ഈ റോഡിട്ടാണല്ലേ, കുതിരാൻ തൃശ്ശൂരിലാണ്. അപ്പോ 91 നമുക്ക് എന്തുണ്ടാകുന്നു? ഭയങ്കരമായിട്ട് വിദേശ നാണയത്തിന്റെ കുറവുണ്ടാകുന്നു. അങ്ങനെയാണ് നമ്മൾ നവ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് പോയത്. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഈ 3 കാര്യങ്ങൾ സ്വീകരിച്ചു. PV നരസിംഹറാവു ആയിരുന്നു ഈ സമയത്ത് പ്രധാനമന്ത്രി. ഈ സമയത്ത് ഫിനാൻസ് മിനിസ്റ്റർ, കേന്ദ്ര ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പൊ 91 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യവർദ്ധനവ്, താരിഫ് നിരക്കിൽ വരുത്തിയ വർധനവ്, വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി, വിദേശ നാണ്യ വിപണിയിലെ രൂപയുടെ മൂല്യനിർണയം സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പാക്കുക. നമ്മുടെ ആൻസർ വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ്. ആൻസർ എന്താണ്? വിദേശ കറൻസികൾക്ക് എതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ് നമ്മളുടെ ഉത്തരം. ക്ലിയർ ആണോ? ആൻസർ ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകണം. ഹരിത വിപ്ലവം. ഇതൊക്കെ കൺഫ്യൂസിങ് ആയിരുന്നു, നല്ല കൺഫ്യൂസിങ് ആയിരുന്നു. ഇത് സ്കൂൾ ബുക്കിലുള്ളതാണ്. ഇത് +1 എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്. നമുക്ക് രൂപയുടെ മൂല്യവർദ്ധനവാണോ രൂപയുടെ മൂല്യച്യുതിയാണോ, ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണെന്ന് ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഏതാണ് കുത്തേണ്ടത് എന്ന ഡൗട്ട് വരും അല്ലെ. നമ്മുടെ പൈസ അങ്ങ് കൂട്ടുകയാണോ നമ്മുടെ പൈസ അങ്ങ് കുറയ്ക്കുകയാണോ? അപ്പോ മൂല്യച്യുതിയാണ് വരുത്തിയത്, അടിയന്തരമായി ഇവർ നടപ്പിലാക്കിയത്. പലതും നമ്മൾ സ്കിപ്പ് ചെയ്തു പോകുന്നതായിരിക്കും ബുദ്ധിപൂർവമായ തീരുമാനം. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്, ഗ്രാമീണ അസമത്വം, തൊഴിൽ വർധനവ്. ഹരിത വിപ്ലവമാണ് ചോദ്യം. ഇതിനകത്ത് നേട്ടങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ നേട്ടങ്ങളെ കുറിച്ച് പറയുവാണ്. നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരാളുടെ പോസിറ്റീവ് കാര്യം പറയുന്നു. ഇവൻ നല്ലവനാണ്, ഇവന് നല്ല സ്വഭാവമാണ്, ഇവൻ വൃത്തിയുള്ളവനാണ്, പക്ഷെ ഇവൻ ഇച്ചിരി കുത്തിത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും നല്ലത് പറഞ്ഞിട്ട് ഇച്ചിരി കുത്തിത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല ഇത് നെഗറ്റീവ് ആണെന്ന്. ആ ഗ്രാമീണ അസമത്വം എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളില് സമത്വം ഇല്ലാതാക്കി മാറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് പോയിന്റ് അല്ലേ? അപ്പൊ ബാക്കിയെല്ലാം നല്ല കാര്യം പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരു മോശം കാര്യം ഇതിനകത്ത് ഇടയ്ക്ക് വെച്ചേക്കുന്നത്. ഉൽപാദനക്ഷമതയിലെ വർധനവുണ്ട്, വരുമാന വർധനവുണ്ട്, തൊഴിൽ വർധനവുണ്ട്, ഗ്രാമീണ അസമത്വം ഒരു നെഗറ്റീവ് കാര്യമാണ്. അപ്പൊ അതെന്താണ്? ഇവിടെ തെറ്റാണ്. ഉത്തരം അതാണ് തെറ്റ്. അടുത്ത ചോദ്യം, സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ, പുറം കരാറിന്റെ ഇംഗ്ലീഷാണ് ഔട്ട്സോഴ്സിംഗ്, ഇത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? ഓപ്ഷൻ: വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ. അപ്പോ എന്താണ് പുറം കരാർ നൽകൽ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മള് ഇവിടെ കേരളത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു അല്ലെ, അതിനെയാണ് നമ്മൾ ഈ പുറം കരാർ നൽകൽ എന്ന് പറയുന്നത്. മറ്റൊരു രാജ്യത്ത് പോയി ഇപ്പൊ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവര് 5 വർഷത്തേക്ക് വേറൊരു രാജ്യത്ത് പോയി വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരും. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വേറൊരു രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഈ ഔട്ട്സോഴ്സിങ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതെന്തുകൊണ്ടായിരിക്കും? നമുക്ക് ഇവിടെ ഭയങ്കര ദാരിദ്ര്യമായതുകൊണ്ട് ഇവിടെ നിന്ന് വേറെ രാജ്യത്ത് പോയിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ? ദാരിദ്ര്യമുള്ളവരെല്ലാം കൂടെ അവർ ഏറ്റെടുക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ തൊഴിലില്ലായ്മ, ഇവിടെ ഒട്ടും തൊഴിലില്ല, അതുകൊണ്ട് എന്നാ വേറെ രാജ്യത്ത് പോയി സൂപ്പറായിട്ട് തൊഴിൽ ചെയ്യാം, അതാണോ? അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല മനുഷ്യ വിഭവമാണ്. ഇവിടുത്തെ ആളുകൾ കൊള്ളാം, കിടിലനായിട്ട് വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? മറ്റു രാജ്യക്കാർ നമ്മളെ സ്വീകരിക്കുന്നു. ഇവിടെ കിടിലനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, മനുഷ്യ വിഭവങ്ങൾ നല്ലതായതുകൊണ്ട് മറ്റൊരു രാജ്യക്കാർ നമ്മളെ സ്വീകരിച്ചു. ഇനി ഇവിടെ ആണെങ്കിൽ പൈസ കുറവാ, വേറെ രാജ്യത്ത് വാങ്ങി നല്ല കിടിലൻ ശമ്പളമൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കുറഞ്ഞ വേതന നിരക്കായിരുന്നു, എന്നാൽ അവിടത്തേക്ക് വർക്ക് ചെയ്യുവാണെങ്കിലോ നല്ല ശമ്പളമുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ഇന്ത്യ ഇതില് മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ. 1ഉം 2ഉമാണ് ആൻസർ. 1ഉം 2ഉമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ: സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ, ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്, വ്യാവസായിക വൽക്കരണത്തിന്റെ അടിത്തറ,
പ്രജനന തൊഴിലില്ലായ്മയുടെ മൂല കാരണം? അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനയാണ് സംസാരിക്കുന്നത്. കൃഷി എന്ന് പറയുന്നതായിരുന്നു 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ കൃഷിക്കും ജലസേചനത്തിനുമാണ് മുൻതൂക്കം നൽകിയത്. അപ്പോൾ സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറയാണ് നമ്മുടെ ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. ഉത്തരമഹാസമതലത്തിൽ കൃഷിയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? ഇന്ത്യയുടെ സമ്പത്തിന്റെ നട്ടെല്ലെന്നാ വിളിക്കുന്നത്. കൃഷി ചെയ്യുന്ന ആ സാധനത്തിനെ നമ്മൾ ഇന്ത്യയുടെ സമ്പത്തിന്റെ നട്ടെല്ലെന്നാ വിളിച്ചത്. അപ്പൊ സാമ്പത്തിക വികസനത്തിന്റെ ഒരു അടിത്തറയാണ് കൃഷി. നമുക്ക് കൃഷിയുണ്ട് അല്ലെ? കൃഷി ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗുണമുണ്ട്? ഇവിടുത്തെ ആളുകൾ പട്ടിണി കിടക്കാതിരിക്കും. ഇനി നമുക്ക് പുറത്തുനിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നില്ല അല്ലെ? അപ്പൊ ഇവിടുത്തെ നമുക്ക് ഈ കൃഷിയും കൂടെ ഉള്ളത് കൊണ്ടാണ് സാമ്പത്തിക വികസനത്തിന് അടിത്തറ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കിവിടെ ഭക്ഷണം വേണ്ടേ? ഭക്ഷണം വേണം. അപ്പൊ സാമ്പത്തിക വികസനത്തിന് അടിത്തറ, അതുകൊണ്ടാണ് കൃഷിയെ പറയുന്നത്. ചിലർക്ക് കൺഫ്യൂഷൻ വരും, അടിത്തറ എന്ന് പറയുന്നത് വ്യവസായമല്ലേ എന്നൊക്കെ ചിലർ വിചാരിക്കും. അല്ല. ഇനി അടുത്തൊരു കാര്യം, വ്യാവസായികവൽക്കരണത്തിന്റെ അടിത്തറയാണ്. എന്തുകൊണ്ടാണ് വ്യാവസായികവൽക്കരണത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്? ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന പല പ്രോഡക്റ്റും കൃഷിയിൽ നിന്നുള്ളതിന്റെ ബാക്കി പത്രം എന്നുള്ള രീതിയിലാണ് വ്യവസായത്തിന് പലതും കൂടുതൽ ഭാഗങ്ങളും ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ പരുത്തി കൃഷി ചെയ്താലേ എനിക്ക് തുണി ഉണ്ടാക്കാൻ പറ്റും. ചണം കൃഷി ചെയ്താലേ എനിക്ക് ചണച്ചെടിയിൽ നിന്നാണ് ചണം, കാപ്പിയിൽ നിന്നാണ് കാപ്പിപ്പൊടിയും, തേയില ഉണ്ടാക്കിയിട്ടാണ് തേയില. അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. പിന്നെ ധാതുക്കളാണ് അല്ലാതെ മറ്റു വ്യവസായങ്ങൾക്ക് സഹായിക്കുന്ന, വേറെ കുഴിച്ചെടുക്കുന്ന, ഖനനം ചെയ്ത് വേറെയും ഉണ്ട്. അപ്പൊ വ്യവസായവൽക്കരണത്തിന് ഒരു അടിത്തറ തന്നെ കൃഷി കൊടുക്കുന്നുണ്ട് അല്ലെ? ഞാൻ ടൊമാറ്റോ സോസിന്റെ ഒരു കമ്പനി ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ആദ്യം ടൊമാറ്റോ വേണം. അപ്പൊ ഒരുപാട് വ്യവസായത്തിന് അടിത്തറയായിട്ട് എന്ത് മാറുന്നുണ്ട്? കൃഷി മാറുന്നുണ്ട്. അതും ശരിയാണ്. ഇനി പ്രജനന തൊഴിലില്ലായ്മയുടെ മൂല കാരണമാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റാത്തത് ഓപ്ഷൻ ബി ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് എന്ന് പറഞ്ഞത് തെറ്റാണ്. ദേശീയ വരുമാനത്തിൽ നമുക്ക് സേവന മേഖലയാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത്. സേവന മേഖലയാണ്. സേവന മേഖല എന്ന് പറയുമ്പോൾ അത് ഇൻഷുറൻസ്, ബാങ്ക്, വ്യവസായം ഇതൊക്കെ വരുന്നു. രണ്ടാമത്തത് ദ്വിതീയ മേഖലയിലാണ് വ്യവസായം, കെട്ടിട നിർമ്മാണമൊക്കെ വരുന്നത്. അതിനാണ് രണ്ടാം സ്ഥാനം. ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ കൃഷിയിൽ നിന്ന് കുറച്ച് പൈസ ദേശീയ വരുമാനത്തിന് കിട്ടുന്നത്. പൈസ ഉണ്ടാക്കിയെടുക്കൽ കൃഷിക്ക് കുറവാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ആൻസർ എന്തായി മാറുന്നത്? ഓപ്ഷൻ ബി ആയി മാറിയത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകലാണ്. സ്വയം എന്ന് വെച്ചാല് പൗരന് ഗുണമേന്മയുള്ള സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകലാണ് സ്വയം. നീതി ആയോഗ് ചുമതലകളിൽ ഉൾപ്പെടാത്തത് എന്താണ്? ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ് ഇതുവരെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു. അപ്പോൾ ഫെഡറൽ നീതി ആയോഗ് എന്ന് വെച്ചാൽ ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ്. ഇത് ആസൂത്രണ കമ്മീഷന് പകരമുള്ളതാണ്. 2015 ജനുവരി 1 വന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യമാണ്. ഇനി ഇവിടുത്തെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറി ആണ്. ഇതൊക്കെ അറിയാം. അപ്പൊ ഇവിടെ സർക്കാരുകൾക്ക് ഇത് സാങ്കേതികമായി സഹായം നൽകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ തരത്തില് സാങ്കേതിക വിദ്യകൾ, ശാസ്ത്രീയപരമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ സഹായം നൽകുന്നു. ഇതൊരു ഉപദേശ സമിതിയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പോലെ ഭരണഘടനാ സ്ഥാപനമല്ല. ഇതൊരു ഉപദേശിക്കുന്ന സമിതിയാണ്. എന്നാൽ സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം നൽകുമോ? ഇപ്പൊ പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ നമുക്ക് ഇത്ര കോടി രൂപ ഇങ്ങോട്ട് തരുമോ നീതി ആയോഗ്? ഇല്ല. നമുക്ക് സാമ്പത്തികമായി സഹായിക്കാനുള്ള കാര്യമൊന്നും നീതി ആയോഗ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുദ്രയുടെ ലക്ഷ്യം എന്താണ്? ഇതെല്ലാവർക്കും ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമാണ്. മുദ്ര ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ്. ചെറുകിട സംരംഭകർക്ക് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചതാണ് മുദ്ര ബാങ്ക് ഒക്കെ തുടങ്ങി. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെയാണ്? നമ്മുടെ ആൻസർ സ്ത്രീകൾ, കുട്ടികൾ, വ്യവസായശാലകളിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ. ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ
കൂടുതലും 1 and 3 എന്നൊരു ആൻസറിലേക്കാണ് പോകുന്നത്. കാര്യം സ്ത്രീ, കുട്ടി, ഭിന്നശേഷി, പിന്നെ പ്രായമുള്ളവർ, ഇവർക്കൊക്കെയാണ് എക്സ്ട്രാ കെയർ, പട്ടികജാതി പട്ടികവർഗം, നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ, എക്സ്ട്രാ കെയർ കൊടുക്കുന്നത്. പക്ഷേ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ വ്യവസായശാലകളിലെ തൊഴിലാളികൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ആ ടോപ്പിക് കാണാതെ നമ്മൾ കറക്കി കുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചൊക്കെ എഴുതും, പക്ഷേ പെട്ടെന്ന് തന്നെ നെഗറ്റീവിലേക്ക് പോകും. അടുത്ത ചോദ്യം, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന എന്താണ്? 51A, 3A, 12 മൗലിക കർത്തവ്യങ്ങൾ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇതെന്തായി പോയി, എലിമിനേറ്റ് ചെയ്യത്തതേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ കേരള PSC പ്രൊവിഷണൽ കീയില് ഒരു ആൻസർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. ഞാൻ പ്രൊവിഷണൽ കീയുടെ ആൻസർ കാണിക്കാം. A ആണ് ആൻസർ. തെറ്റാണ്. മൗലിക ഘടകങ്ങൾ 51A ആണ് നമുക്കറിയാം. പക്ഷെ ഭാഗം 4A അതുകൊണ്ട് ഇത് തെറ്റാണ്. 12 മൗലിക കടമകൾ അല്ല, 10 ആയിരുന്നു ആദ്യം, പിന്നെ ഒന്നും കൂടെ ചേർത്ത് 11 മൗലിക കടമകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടും തെറ്റായത് കൊണ്ട് തന്നെ എന്താണ്, ഇത് എലിമിനേറ്റ് ആകും. പ്രൊഫഷണൽ കീയിൽ ആൻസർ ഉണ്ടെങ്കിലും എലിമിനേറ്റ് ആകും. ഭരണഘടനാ നിർമ്മാണ സഭ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ, സഭയിൽ 22 കമ്മിറ്റികൾ. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. അപ്പൊ ഇവിടെ ഉത്തരം ഓൺലി 2 and 3 ആണ്. അപ്പൊ സഭയിലെ 9 കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 8 കമ്മിറ്റികളായിരുന്നു. അതിനകത്ത് വരുന്നതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ എ എന്തായാലും തെറ്റാണ്. ഇനി ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, BR അംബേദ്കർ ഇവരൊക്കെ പല മെയിൻ ആയിട്ടുള്ള കമ്മിറ്റികളുടെ ചെയർമാനായിരുന്നു. തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവർ പല മെയിൻ കമ്മിറ്റികളുടെ ചെയർമാൻമാരായിരുന്നു. അത് ശരിയാണ്. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. ഇത് ഉത്തരവൊക്കെ ശരിയാണ്. ഇനി എന്തെങ്കിലും തരത്തിൽ ഈ ക്വസ്റ്റ്യനും വേണമെങ്കിൽ എലിമിനേറ്റ് ആയി പോകാം. കാര്യം തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട് ഈ ചോദ്യത്തില്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഇത് എലിമിനേറ്റ് ആക്കാം. അല്ലാതെ ഇതൊരു ക്വസ്റ്റ്യൻ വായിക്കുന്ന ഒരു സാധാരണ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 90% ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യവും ഇതിന് കൃത്യമായിട്ടൊരു ഉത്തരം 2, 3 എന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലും തരത്തിൽ എലിമിനേറ്റ് ആകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. 10% വ്യക്തത വരുന്നില്ല എന്ന് പറയും. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ശരിയായിട്ടുള്ള രീതി ഏതാണ്? നിർദ്ദേശതത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. അപ്പൊ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വേറൊന്നും അറിയത്തില്ലെങ്കിലും മൗലിക അവകാശങ്ങൾ അറിയാം. ആമുഖവും ആ മൗലിക അവകാശവും എല്ലാവർക്കും അറിയാം. നിർദ്ദേശ തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എവിടെ നിന്നാണെന്ന് അറിയാം. അത് അയർലൻഡിൽ നിന്നാണെന്നും അറിയാം. അപ്പൊ ഈ 1 തെറ്റാണ് അല്ലെ, കടമെടുത്തതല്ലേ ചോദിച്ചത്. 1 തെറ്റാണ്. 1 ഉള്ളത് ഞാൻ വെട്ടിക്കളഞ്ഞു. 1 ഉള്ളത് വെട്ടിക്കളഞ്ഞപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. ഉത്തരം 2 and 3. എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡിലാണെന്ന് അറിയാമെങ്കിൽ അതെല്ലാം വെട്ടിക്കളഞ്ഞപ്പോൾ ഉത്തരത്തിലെത്തി. ഉത്തരം എന്താണ്? 2 and 3. മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയുമാണ്. അടുത്തതും കടമെടുത്തതാണ്. അത് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതാണ്. ബ്രിട്ടൻ എന്ന് ചോദിക്കുമ്പോൾ റിട്ടുകൾ ബ്രിട്ടനിൽ നിന്നാണെന്ന് അറിയാം. പൗരത്വം ബ്രിട്ടനിൽ നിന്നാണെന്ന് അറിയാം. ഇനി അർദ്ധ ഫെഡറൽ, കേവല ഭൂരിപക്ഷം, നിയമനിർമ്മാണം, ഫെഡറല് ബ്രിട്ടനിൽ നിന്ന് അല്ല. അപ്പൊ ഫെഡറൽ അല്ല എന്നറിയാമെങ്കിൽ 1 ഉള്ളതെല്ലാം വെട്ടിക്കളഞ്ഞു. പിന്നെ ഉത്തരം വരുന്നത് 2 and 3. കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയുമാണ് ആൻസർ. ആൻസർ വരുന്നത് എന്താണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയുമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം, ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? 19 ചോദിച്ചത്. സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടന രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. സ്പീഡ് കൂടുതലാണോ? ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡിലല്ലേ പോകുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് കറക്റ്റ് ആൻസർ അങ്ങനൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ വെച്ചത്. സഞ്ചാര സ്വാതന്ത്ര്യം 19 എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യങ്ങളാണ് അല്ലെ. ഇതിനകത്ത് കുറെ സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട്.
ഏതൊക്കെ സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട്? സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പറയുന്നു, സംഘടന രൂപീകരിക്കാൻ സ്വാതന്ത്ര്യം പറയുന്നു, താമസിക്കാൻ, ഇന്ത്യയിൽ എവിടെയും താമസിക്കാം, ഇന്ത്യയിൽ എവിടെയും പോയി സഞ്ചരിക്കാം, നമുക്ക് ഒരുമിച്ച് ചേരാം, നിരായുധരായിട്ട് വേണം ചേരാൻ, അല്ലാതെ ആയുധങ്ങളൊക്കെ ആയിട്ട് കൂട്ടം കൂടാൻ പാടില്ല, നമുക്ക് എപ്പോ വേണമെങ്കിലും സംഘടനകളൊക്കെ രൂപീകരിക്കാം. ഇങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ 19 പറയുന്നു. എന്നാൽ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും സൗജന്യമായും വിദ്യാഭ്യാസം നൽകണമെന്ന് അനുശാസിക്കുന്നത്. ശരി ചോദിച്ചത് കൊണ്ട് 1ഉം 3ഉം ശരിയാണ്. ബി ആണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? നമുക്ക് വീണ്ടും ശരിയാണ് ചോദ്യം, ഉത്തരം ശരിയാണ് വേണ്ടത്. ഓക്കെ, ശരിയിലേക്ക് പോകുന്നു. കമ്മീഷൻ 5 അംഗങ്ങൾ, സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി 1 അംഗം, ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരു അംഗം. ഈ ചോദ്യം വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. കാര്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. 93 മനുഷ്യാവകാശ കമ്മീഷൻ, സെപ്റ്റംബർ 28 ഇത് എന്ത് ചെയ്തത്? പാസ്സാകുന്നത്. ഒക്ടോബർ 12 നിലവിൽ വന്നത്. ഇപ്പോഴത്തെ അധ്യക്ഷൻ അരുൺകുമാർ മിശ്ര രാജിവെച്ചു. വിജയഭാരതിയാണ് ഇപ്പോഴത്തെ താൽക്കാലിക അധ്യക്ഷൻ. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയാം. 5 അംഗങ്ങളുണ്ട്, 1 ചെയർമാൻ ഉണ്ട്, 2 പേരും കൂടെ ചേർന്ന് 6 അംഗങ്ങൾ, കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, അല്ലെ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇങ്ങനത്തെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം മനുഷ്യൻ അറിയാവുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് PSC ചോദിച്ചു വെച്ചേക്കുന്നത്. അതുപോലെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, അവര് ജയിലിൽ സന്ദർശിക്കണം, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അറിയാം. അപ്പൊ കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്, ശരിയല്ലേ? 5 അംഗങ്ങളല്ലേ ഈ കമ്മീഷനിലുള്ളത്? 5 അംഗങ്ങളും 1 ചെയർമാനും, ടോട്ടൽ 6 പേർ. 5 അംഗങ്ങളാണുള്ളത്, ശരിയാണ്. ഇനി സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി 1 അംഗമാണ്. നമ്മൾ ഇതിന്റെ ചെയർമാനെ പഠിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, സുപ്രീം കോടതിയിലെ ജഡ്ജോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസോ, റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിനോ ഒക്കെ എന്ത് ചെയ്യാം? ഇപ്പൊ നിലവിലുള്ള ആളാണെങ്കിൽ പോലും എന്ത് ചെയ്യാം? ഈ സുപ്രീം കോടതിയിൽ ഉള്ള ജഡ്ജിനോ ചീഫ് ജസ്റ്റിസിനോ ഒക്കെ ഇതിന്റെ ചെയർമാൻ ആകാം, അംഗമാകാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്. ഹൈക്കോടതിയിൽ അതിലേക്ക് എങ്ങോട്ടാണ് വിളിക്കുന്നത്? അത് നമ്മുടെ സംസ്ഥാനങ്ങളുടെ മനുഷ്യാവകാശ കമ്മീഷനിലെ നിയമമാണ്. നേരത്തെയൊക്കെ ചീഫ് ജസ്റ്റിസിന് മാത്രമേ ചെയർമാൻ ആകാൻ പറ്റത്തുള്ളൂ, ഇപ്പൊ ജഡ്ജിനും ചീഫ് ജസ്റ്റിസിനും പറ്റും. അപ്പൊ ഹൈക്കോടതി വരുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ സംസ്ഥാനങ്ങളിലേക്കാണ്. അതുകൊണ്ട് ഉത്തരം 1ഉം 2ഉമാണ് ആൻസർ. പക്ഷെ പലർക്കും ഇത് ഡൗട്ടിലേക്ക് പോകും. എന്താണ് ഈ ഉദ്ദേശിച്ചേക്കുന്നത്? ഡൗട്ടിലേക്ക് പോകും. ആൻസർ 1ഉം 2ഉമാണ്. ഇനി ചോദ്യം, കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓക്കെയാണ്. കേവല ഭൂരിപക്ഷത്തെ കുറിച്ചാണ് ചോദിച്ചത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ഭൂരിപക്ഷം, അല്ലെ? ഭൂരിപക്ഷമുള്ള ഒരാളെയാണ് തെരഞ്ഞെടുത്ത് വിജയിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ഒരാള് മത്സരിക്കുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട്, അല്ലെ? 2 പേരാണ് ഒത്തിരിയധികം പേര് മത്സരിക്കുന്നു. ഇയാൾക്ക് 50 വോട്ട് കിട്ടി, ഇയാൾക്ക് 47 വോട്ട് കിട്ടി. നമ്മൾ ആരെ വിജയിപ്പിക്കും? ഭൂരിപക്ഷം കൂടിയ 50 ആളെയാണ്, 50 വോട്ട് കിട്ടിയ ആളാണ് വിജയായിട്ട് പ്രഖ്യാപിക്കത്തില്ലേ? അപ്പൊ ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. അപ്പൊ ഈ കേവല ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകൾ എന്നാൽ കുറച്ച് വോട്ടുകൾ ലഭിക്കും. അപ്പൊ ടോട്ടൽ സീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ പാർലമെന്റിലോട്ട് പോകുമ്പോൾ ലോക്സഭയിലാണെങ്കിൽ 543 സീറ്റുണ്ട്, രാജ്യസഭയാണെങ്കിൽ 252 സീറ്റുണ്ട്. അപ്പൊ ഈ ഒരു 543 സീറ്റില് ഇവര് ജയിച്ചത് ചിലപ്പോ ഇപ്പൊ നമ്മുടെ 290 അല്ലേ ജയിച്ചത്, അപ്പൊ 295 എന്നിട്ട് ജയിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഇവര് എന്ത് ചെയ്യും? ഇവരെ വിജയികളായിട്ട് പ്രഖ്യാപിക്കും. നമ്പർ ഓഫ് കൂടുതൽ ആർക്ക്, അവരെയാണ് നമ്മൾ കേവല ഭൂരിപക്ഷത്തിൽ വിജയിയായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ വോട്ടുകൾ അതിനനുസരിച്ച് അത്രയും വോട്ടുകൾ എന്നല്ലേ? ആണോ? ടോട്ടൽ തമ്മിൽ ഭേദം ആർക്കാണ് കൂടുതൽ കിട്ടിയത് അവരെയാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാണ്ട് ഇത് തമ്മില് വോട്ടും സീറ്റും തുല്യമാകണം എന്നുണ്ടോ? വോട്ടും സീറ്റും തുല്യമാകണം എന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ 2 തെറ്റല്ലേ? 2 തെറ്റാണ്. അപ്പൊ ഉത്തരം എന്താണ്? 1ഉം 3ഉമാണ്. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
നമ്മുടെ ഇന്ത്യ ഇതാണ്, ബ്രിട്ടൻ ഇതാണ്. ഓക്കെ ആണല്ലോ. അപ്പോ കിട്ടുന്ന വോട്ടും കിട്ടുന്ന സീറ്റും തുല്യമാകണം എന്നില്ല, അല്ലെ? ഒരാൾക്ക് കൂടുതൽ വോട്ട് കിട്ടുമ്പോൾ അയാളെ അങ്ങ് വിജയമായിട്ട് പ്രഖ്യാപിക്കും, അല്ലാതെ ഇത് തമ്മിൽ തുല്യമായിരിക്കണം എന്നൊന്നും ഇല്ല. ഇത് നമുക്ക് എലിമിനേഷൻ മെത്തേഡിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ആ എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് എത്രമാത്രം ഇത് കണക്ട് ചെയ്യാൻ പറ്റും എന്നറിയത്തില്ല. എങ്കിലും അല്ലാണ്ട് നോക്കുമ്പോൾ ഇതൊരു ഒരു ലോജിക്ക് പെട്ടെന്ന് ചിന്തിച്ചെഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മറ്റംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലേ? ആണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ശരിയാണ്. 1, 2, 3 ശരിയാണ്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന. ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ്. രാജ്യസഭ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷം ശരിയാണ്. ഇപ്പോ ജഗദീപ് ധൻഖർ ആണ് ഉപരാഷ്ട്രപതി, 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. ജഗദീപ് ധൻഖർ ഏത് സംസ്ഥാനക്കാരനാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. രാജസ്ഥാൻകാരൻ. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ അധ്യക്ഷനാണ്. 1, 2 ശരിയാണ്. 1, 2 ശരിയാണെന്ന് മനസ്സിലായി. അപ്പൊ 1, 3 പറഞ്ഞതും 2, 3 പറഞ്ഞതും വെട്ടി. ഇനി ഇത് രണ്ടും കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കും. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് പോലെ ആണോ? പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്, പിന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭയുമുണ്ട്. എന്നാൽ ഉപരാഷ്ട്രപതിക്ക് രാജ്യസഭാ അംഗങ്ങളും ലോക്സഭാ അംഗങ്ങളുമേ ഉള്ളൂ. അപ്പോ ഇതുപോലാണോ? 2 തിരഞ്ഞെടുപ്പല്ലേ? അപ്പൊ 1ഉം 2ഉമാണ് ആൻസർ. ആൻസർ 1ഉം 2ഉമാണ്. അടുത്ത ചോദ്യം, ഭരണഘടന 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഭരണഘടന 73മായി ബന്ധപ്പെട്ട് ശരി ഏതാണ്? പഞ്ചായത്ത് രാജിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ത്രിതല ഭരണ സംവിധാനമാണ് പ്രദാനം ചെയ്യുന്നത്. അതും ശരിയാണ്. ഇനി 12ാം ഷെഡ്യൂൾ 73ാം ഭേദഗതി, 11ാം ഷെഡ്യൂളല്ലേ 73, 12 74ാം ഭേദഗതിയല്ലേ, നഗരപാലികയല്ലേ. 73 പഞ്ചായത്ത് രാജും 74 നഗരപാലികയുമാണ്. അപ്പോൾ 1 and 3 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടു. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ശരിയാണ്. ആൻസർ ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം തന്നെ ശരിയാണ്. രണ്ടും, അതായത് നമ്മളുടെ ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് തന്നെയാണ്. ഇലക്ട്രൽ കോളേജ് എന്ന് തന്നെയാണ് അതിന്റെ പേര്. പക്ഷെ തെരഞ്ഞെടുപ്പ് രണ്ടും എന്താണ്? പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ജനങ്ങളല്ല വോട്ട് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ടവർ തെരഞ്ഞെടുക്കുകയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ തെറ്റാണ്. കാര്യം വോട്ടിങ്ങിന് ആളുകൾ ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുമ്പോൾ രാജ്യസഭയും ലോക്സഭയിലെയും ആളുകൾ മാത്രമാണ്. എന്നാൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും, നമ്മുടെ ഇപ്പൊ കേരളത്തിലെ 140 നിയമസഭാ അംഗങ്ങൾ, മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഇത്രയും ആളുകളാണ് പോകുന്നത്. വലിയൊരു തെരഞ്ഞെടുപ്പാണ് അവിടെ. എന്തുമാത്രം ആളുകളാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം വേറെയല്ലേ. എത്ര ആളുകൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പോലെയാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 1, 2, 3 ഇവിടെ എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. ഇപ്പോഴത്തെ ആരിഫ് മുഹമ്മദ് ഖാനാണ് 22ാമത്തെ ഗവർണറാണ്. ഉത്തർപ്രദേശുകാരനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. മന്ത്രിസഭയെ ഗവർണർ
മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമിക്കുന്നത്. അതും ശരിയാണ്. നമ്മുടെ രാഷ്ട്രപതിയും അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിസഭയിലെ അംഗങ്ങൾ നിയമിക്കുന്നത്. ആർട്ടിക്കിൾ 75 അത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. ഇത് പലർക്കും കൺഫ്യൂഷൻ വരും. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കും തോന്നും ശരിയാണ് കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്നൊക്കെ തോന്നും. പക്ഷെ അവിടെ ഇല്ല. ഇത് രണ്ടുമാണ് ആൻസേഴ്സ് വരുന്നത്. അപ്പൊ ആൻസർ 1ഉം 2ഉമാണ്. 1ഉം 2ഉമാണ്. അപ്പോ ജനങ്ങളോട് ഉത്തരവാദിത്തം. അപ്പൊ എന്താണ് ഇവിടെ ഗവർണറോട് ഇവർക്ക് പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ ഇല്ല. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ല. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. രാഷ്ട്രപതി എവിടെ കേന്ദ്രത്തിൽ എങ്ങനെയാണോ രാഷ്ട്രപതി അതുപോലെയാണ് ഗവർണർക്ക് സംസ്ഥാനങ്ങളിൽ സ്ഥാനം. ഭരണ കാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. ഭരണകാര്യങ്ങളിൽ എങ്ങാനും ഇടപെടാൻ സമ്മതിക്കാറുണ്ടോ? ഇല്ല. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ഗവർണർ. തലവനൊക്കെയാണ്, പക്ഷെ അവിടെ പദവിയും പിടിച്ചുകൊണ്ട് അനങ്ങാതിരിക്കാനേ പറ്റൂ. ഇവിടെങ്ങും ഈ ഇടപെടിപ്പിക്കത്തില്ല അല്ലെ. അപ്പോ ഒരു പദവിയുണ്ട്. രാഷ്ട്രപതിക്കും അങ്ങനെയാണ്, വൻ പദവിയാണ്, പക്ഷെ ഒന്നിലും ഇടപെടാൻ സമ്മതിക്കത്തില്ല. പ്രധാനമന്ത്രിയാണ് മെയിൻ ആൾ. അടുത്തത് താഴെ പറയുന്ന മനുഷ്യദഹന വ്യവസ്ഥതയുടെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചു, നമ്മൾ കഴിക്കുന്ന അതുപോലെ വിഴുങ്ങുമല്ല, നമ്മൾ അവിടെ തന്നെ ചവച്ചരയ്ക്കുകയാണ്, പിന്നെ അങ്ങോട്ട് അങ്ങ് ചെറുതാക്കി മിക്സി പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന സാധനം വൈറ്റമിൻസ് ആയിട്ടും അത് ഇതായിട്ടും ഒക്കെ എന്ത് ചെയ്യുകയാണ്, രക്തത്തിലേക്ക് പോവുകയാണ്, ഗ്ലൂക്കോസ് ഒക്കെ ആയിട്ട് അല്ലെ. ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, മാലിന്യം നീക്കം ചെയ്യണം. താപനില നിയന്ത്രിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് തെറ്റ്. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പെല്ലഗ്ര B3യുടെ അഭാവം, വൈറ്റമിൻ എയുടെ അഭാവം നിശാന്തത, B1ന്റെ അഭാവം ബെറിബറി. അപ്പൊ പിന്നെ ഉത്തരം ഓസ്റ്റിയോപൊറോസിസ്, എല്ലുകൾ ഒടിയുന്ന പോലത്തെ രോഗം ഓസ്റ്റിയോപൊറോസിസ്. കാൽസ്യം എല്ലിനും പല്ലിനും നല്ലതല്ലേ. അടുത്ത ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മൾ ശ്വാസകോശം എന്ന് പറഞ്ഞ ആമസോൺ മഴക്കാടുകളെയൊക്കെ പഠിക്കാറുണ്ട്. ഉത്തരം മഴക്കാടുകൾ ശ്വാസകോശമാണ്. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? അപൂരിത കൊഴുപ്പാണ് ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ്, നല്ല കൊഴുപ്പ് എന്നുള്ള രീതിയിൽ അപൂരിത കൊഴുപ്പ്. ജനിതക എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയായ ക്രിസ്പർ കാസ്9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? പ്രൊവിഷണൽ ആൻസർ കി ഉത്തരം ക്യാൻസർ ചികിത്സയാണ്. അപ്പോ ക്രിസ്പർ കാസ്9 ആണ്. ഇപ്പൊ എഡിറ്റിംഗ് ആണ്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു ജീന് ഇവിടെ എന്തെങ്കിലും ദോഷം, ഇപ്പൊ ക്യാൻസറസ് ബാധിച്ചു, ഇതിനെ കട്ട് ചെയ്യുന്നു, പുതിയത് കൊണ്ടുവെക്കുന്നു. അപ്പൊ അങ്ങനെയാണ്. ലിഗേസ് ആണ് പശ എന്നൊക്കെ പറയുന്നത്, ജനിതക പശ എന്നൊക്കെ പറയുന്നത്. മനുഷ്യരിലെ ഏറ്റവും വലിയ ധമനി അയോർട്ടയാണ്. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുക്? ഇഡിസ് ഈജിപ്തി. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെ? ഉത്തരം ജനീവ. ജനീവയില്ല, പകരം ജനീവയിലുള്ള സ്വിറ്റ്സർലൻഡ് ഉണ്ട്. അപ്പൊ ആൻസർ സ്വിറ്റ്സർലൻഡ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ജനീവ തന്നെ. ഗുരുത്വാകർഷണം മൂലം ജിയുടെ ശരിയായ പ്രസ്താവന ഏതല്ല? അപ്പൊ ഗുരുത്വാകർഷണ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ധ്രുവ പ്രദേശങ്ങളിൽ ജിയുടെ വാല്യൂ കൂടുതലാണ്. ശരിയാണ്. ധ്രുവ പ്രദേശങ്ങളിൽ ജിയുടെ വാല്യൂ എന്താണ്? വളരെ കൂടുതലാണ് ധ്രുവ പ്രദേശങ്ങളിൽ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. തെറ്റാണ്. ഈ ഭൂമധ്യരേഖയില് ജിക്ക് വാല്യൂ വളരെ കുറവാണ്, അതായത് 0 കേന്ദ്രത്തില്. അപ്പൊ ധ്രുവത്തിലിരിക്കുമ്പോൾ ഭാരം കൂടുതലായിരിക്കും, ഭൂമധ്യയിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഭാരം കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ മാസിന് ഒരു വ്യത്യാസവും ഇല്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാസിന് വ്യത്യാസം, പിണ്ഡത്തിന് വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് നമ്മുടെ ജിയെ സംബന്ധിച്ച് 1ഉം 3ഉം ശരിയാണ്. ശരി ചോദിച്ചു, അപ്പൊ പിന്നെ 1ഉം 3ഉമാണ്. ആൻസർ സി ആണ്. എച്ച് ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജം ഗതികോർജം തമ്മിലുള്ള അനുപാതം എന്താണ്?
ഇനി ഇത് ഏറ്റവും താഴെ എത്തിയെങ്കിൽ ഗതികോർജം കൂടും, സ്ഥിതികോർജം പകുതിയാകും. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ പകുതി നിൽക്കുക, അപ്പൊ 1:1 ആയിരിക്കും പകുതിയിൽ നിന്നാൽ. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഉത്തരം നമുക്കറിയാം, ഖരത്തിലാണ് വേഗതയിൽ സഞ്ചരിക്കുന്നത് ശബ്ദം. വായുവിൽ ഏറ്റവും കുറവാണ്. അപ്പൊ വായു, ശുദ്ധജലം, അത് കഴിഞ്ഞ് സമുദ്രജലം. ഇനി ചോദ്യം, ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റ് 1 ഭൂമിയിൽ നിന്നുള്ള അകലം നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചൊരു അകലമുണ്ട്. അത് 15 ലക്ഷം അല്ലെങ്കിൽ 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ് അല്ലെ. ഇത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? അപ്പൊ ഇവിടെ നിന്ന് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഈ അകലം വെറും 1% മാത്രമേ ഉള്ളൂ. ഇനിയും അത്രയും പോകാനുണ്ട്. പക്ഷെ സൂര്യന്റെ അടുത്തോട്ട് പോയാൽ കത്തിക്കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് പോകാനുള്ള സാങ്കേതിക വിദ്യ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ദൂരെ ഒരിടത്ത് പോയി നിന്ന് സൂര്യന്റെ ഔട്ടർ സംഭവങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. കൊറോണയെ കുറിച്ചും ബഹിർഗമന വാതകങ്ങളെ കുറിച്ചും ഒക്കെ ദൂരെ മാറി നിന്ന് പഠിക്കുകയാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ, അപ്പൊ അതെന്നാണ് പോയതെന്നൊക്കെ ചോദിക്കാറുണ്ട്. PSLV C57 ആണ് വാഹനം. സെപ്റ്റംബർ 2, 2023 പോയത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരാൻ പോകുന്ന LDCക്കാർ പഠിച്ചു വെക്കുക. താഴെ പറയുന്ന ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലാത്തത് ഏതാണ്? അല്ലാത്തതാണ് വേണ്ടത്. പലർക്കും അറിയാൻ പറ്റാത്ത ഒരു ചോദ്യമായിരുന്നു. ആൻസർ 2 ആണ്. NLCIL ആണ് സൗരോർജ വികസനത്തിന്റെ സ്ഥാപനം അല്ലാത്തത്. അപ്പൊ NSMഉം NISEയും സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? ആൻസർ അമോണിയ. അമോണിയക്ക് സ്പോഞ്ചി അയൺ, വനേഡിയം പെന്റോക്സൈഡ്, സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണം. ഇനി കലാമിൻ എന്ന് പറയുമ്പോൾ സിങ്ക്. താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ശരിയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഫ്ലൂറിൻ ആണ്. ഡ്രൈ സെൽ ഇലക്ട്രോഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് സിങ്ക്. ശരിയാണ്. അപ്പൊ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പോ നമ്മുടെ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ അറിയാം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. കണ്ടോ, അറ്റോമിക് നമ്പറും മാസ് നമ്പറും പ്രോട്ടിയത്തിന്റെ സെയിം ആണ്. 1H1 അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1. അപ്പോ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞത് തെറ്റാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രെയിൽ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം? ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ചത് ഉത്തരം ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ. ഇനി താഴെ പറയുന്നത് ചന്ദ്രയാൻ 3 മിഷൻ റോവർ എന്ന് പറയുമ്പോൾ പ്രഗ്യാൻ, ലാൻഡർ എന്ന് പറയുമ്പോൾ വിക്രം. കൂത്തിനുപയോഗിക്കുന്ന വാദ്യം? കൂത്ത്, മിഴാവാണ് വാദ്യം. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? ഭൂതരായർ രാമവർമ്മ, അപ്പൻ തമ്പുരാൻ. വെട്ടത്ത് സമ്പ്രദായം കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഥകളിയുടെ പേരാണ് വെട്ടത്ത് സമ്പ്രദായം. മഹാകവി P. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? P. കുഞ്ഞിരാമൻ നായർ. മേഘരൂപൻ. ഉത്തരം ആറ്റൂർ രവിവർമ്മ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കിയത് 1973 മണിയായിരുന്നു ഈ സമയത്ത് ക്യാപ്റ്റൻ. 2018 കേരളമാണ്, 22 കേരളമാണ്. ഇപ്പോ ലേറ്റസ്റ്റ് ആരാണ്? സർവീസസ്. അപ്പൊ അതുകൂടി പഠിക്കണം. ലേറ്റസ്റ്റ് സർവീസസ് ഗോവയാണ്. എന്താണ് റണ്ണറപ്പ് അരുണാചൽ പ്രദേശിലായിരുന്നു ഈ സന്തോഷ് ട്രോഫി കിരീടം നടന്നത്. പിന്നെ അതിന് തൊട്ടു മുമ്പ് വർഷങ്ങൾക്ക് ശേഷം കർണാടക സ്വന്തമാക്കി 24 സർവീസസ്. ഇനി 2023 അണ്ടർ 17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം? അണ്ടർ 17 ഫിഫ ഇന്തോനേഷ്യ. നമ്മുടെ അല്ലാത്ത ഫിഫ ഫുട്ബോളോ ഖത്തർ ആയിരുന്നു. അത് 2022
ഇനി ചോദ്യം, മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ പ്രിയ AS-നാണ്. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇതെന്താണ്? ഇത് നമ്മളെ പറ്റിച്ചു കൊണ്ടുപോകുന്നതാണ്, ഫിഷിംഗ് ആണ്. ആൻസർ ഫിഷിംഗ് ആണ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ആൻസർ റൂട്ടർ ആണ്. ആൻസർ റൂട്ടർ. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് പ്രത്യേകത്തിന് വേണ്ടി രൂപപ്പെട്ടത്. ഇനി പ്രോട്ടോകോള്, രണ്ട് പ്രോട്ടോകോൾ തമ്മിലുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉത്തരം ഗേറ്റ്വേ ആണ്. ഇനി നമ്മളുടെ ഇന്റലിജന്റ് ഏതാണെന്ന് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇന്റലിജന്റ് ആയിട്ടുള്ളത് റൂട്ടറും ഗേറ്റ്വേയുമാണ് ഇന്റലിജന്റ് ആയിട്ടുള്ളത്. ഡാം ഒരു ഡാഷാണ്. ഡാം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. ആൻസർ ഡാം എന്ന് വെച്ചാൽ മാൽവെയർ. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലേഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. ഓഗ്മെന്റഡ് റിയാലിറ്റി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ല? തിരഞ്ഞെടുക്കാനുണ്ട്, കേൾക്കാനുണ്ട്, പരിഹാരമുണ്ട്. ചൂഷണം ചെയ്യാൻ അവകാശം ഉറപ്പ് നൽകുന്നില്ല. ആരെയും ചൂഷണം ചെയ്യാൻ പാടില്ല. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതാണ്? 90 ദേശീയ വനിതാ കമ്മീഷൻ 10ാം വകുപ്പ്. ഗാർഹിക പീഡനം സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? ആൻസർ മജിസ്ട്രേറ്റിനാണ്. ആർക്കാണ് സാധിക്കുന്നത്? മജിസ്ട്രേറ്റിനാണ് സാധിക്കുന്നത്. 2005 വിവരാവകാശ നിയമത്തിലെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകൾ, ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ. ഉത്തരം മുകളിൽ പറഞ്ഞത് എല്ലാം ഉൾപ്പെടുന്നു. രേഖ, ചാർജ്, മെറ്റീരിയൽ, സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്നു. എന്നാൽ ഏതെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളോ ഒരു വ്യക്തിയുടെ ജീവനെ അപഹരിക്കുന്ന വിവരങ്ങളൊന്നും പറ്റത്തില്ല. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. ആൻസർ 30 ദിവസത്തിനുള്ളിൽ തെളിവുകൾ രേഖപ്പെടുത്തുക. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ്. എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്, ആൺ പെൺ ഡിഫറൻസ് ഇല്ല. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടി എന്ന നിർവചനത്തിൽ വരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷ രേഖ ശർമ്മ. ഇനി നമുക്ക് മലയാളം കണ്ടിട്ട് തിരിച്ചു വരാം. മലയാളം കുറച്ച് ഈസി ആയിരുന്നു. താഴെ പറയുന്ന ശരിയായ വാക്യപ്രയോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള വാക്യം ഓപ്ഷൻ സി ആണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്ന പൂജക ബഹുവചനം സ്വാമികൾ, തിരുവടികൾ, ഇതൊക്കെയാണ്. നിങ്ങൾ, ഇതൊക്കെ എന്താണ്? പൂജക ബഹുവചനമാണ്. വൈദ്യർ, വേദത്തെ സംബന്ധിക്കുന്നത് വൈദികമാണ്. വേദം വൈദികം. ക്ഷണികം, ഇതിന്റെ വിപരീത പദം എന്താണ്? ശാശ്വതമാണ്. ക്ഷണികം ശാശ്വതം. അടുത്തത് താഴെ പറയുന്ന നിലാവ്. നിലാവ്, ചന്ദ്രിക, കൗമുദി. നിലാവ്, ചന്ദ്രികയുണ്ട്, കൗമുദി. അമ്പലം വിഴുങ്ങുക എന്ന് വെച്ചാൽ മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്ന ശരിയായ പദം കണ്ടെത്തുക.
ഭഗവത്ഗീത. ഈദായാണ് ഭഗവത്ഗീത. ബിണ്ടലം, വിൺ പ്ലസ് തലമാണ് ബിണ്ടലം. ഇതും റിപ്പീറ്റഡ് പിവാക്യു ആണ് ബിണ്ടലം. തലവേദന എന്ന് പറയുമ്പോൾ തലയിലെ വേദനയാണ്. ആൻസർ തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദമാണ് മാലേയം. ചന്ദനം എന്ന വാക്കിന്റെ സമാന പദം മാലേയം. അടുത്ത ചോദ്യം ഇംഗ്ലീഷ്. ചോദ്യം കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ ബി ആണ് ഹാൻഡ് കർച്ചീഫ്സ്. എ ഡോഗ് ഇൻ ദി മാനേജർ പോളിസി. എ മാൻ ഹു പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. ഇനി ഓപ്ഷൻ although he left home early but he reached school late. but he ആണ് തെറ്റ്. ഫാസിമെയിൽ എന്ന് വെച്ചാൽ എക്സാക്ട് കോപ്പി, സെയിം പോലെ. നീഡ് ഐ ഗോട്ട് അറ്റ് വൺസ്. ഇത് ഇഫ് അല്ലെങ്കിൽ വെദർ വരണം. കാര്യം ഓക്സിലറി വേർബിലാണ് സ്റ്റാർട്ടിങ്. നവിൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദേ. നൺ ഓഫ് ദി ഇപ്പൊ നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ ടാഗ് ഡിഡ് ദേ. അറൈവ്ഡിനെ സ്പ്ലിറ്റ് ചെയ്തു. ഡിഡ് ദേ. ലെപ്റ്റോസ്പൈറോസിസ് അത് എലിയുമായി ബന്ധപ്പെട്ട അസുഖമാണ്. നമ്മൾ എലിപ്പനി പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് വിളിക്കുന്നു. ഡാഷ് ബേർഡ്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദി ബുഷ്. ആൻസർ എയും ദിയുമാണ്. എ ബേർഡ് ഇൻ ഹാങ് പിന്നെ ദി ബുഷ്. ഹി ഈസ് ബീങ് accused of. They have contacted everyone concerned. Everyone concerned has been contacted. Everyone concerned has been contacted. അങ്ങനെ ഇംഗ്ലീഷ് 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി മാത്സ് ആണ്. മാത്സിൽ നമുക്ക് ആൻസേഴ്സ് മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകണം. ചോദ്യം ഒരു ബഹുഭുജം പുറംകോണുകളുടെ തുക അതിന്റെ അകകോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ? 3. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകകോണുകളുടെ എണ്ണം. ഒരു ബഹുഭുജത്തിന്റെ അകകോണുകളുടെ എണ്ണം n-2 × 180 ആണ്. അപ്പോ 12 വശം എന്ന് വെച്ചാൽ 12 - 2 10 × 180 ആണ് ഉത്തരം. 1800. ഇനി 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 2500 എന്ന് വെച്ചാൽ 50ന്റെ സ്ക്വയർ ആണ് അല്ലെ. 50ന്റെ സ്ക്വയർ ആണ് 2500. ഈ ശ്രേണിയിലെ എന്നാം പദം a+n-1 × d. എന്നാം പദമാണ് എന്ത്? 50 എന്ന് പറയുന്നത് എന്ത് പദമാണ്? അപ്പൊ a2 ആണ്, n-1 d എന്ന് പറയുമ്പോൾ 3 ആണ്. ഇത് 50 ആണ്. അപ്പൊ ഇവിടെ 3n നമുക്ക് 3 എന്ന് പറയുന്നത് അപ്പോ 50 - 2 48. 48/3 ഒരു 3 3 18 6 3 18 n-1 16 എന്ന് കിട്ടും. അപ്പൊ n-1 16 എന്ന് കിട്ടുമ്പോൾ n 16 + 1 17 ആണ്. അപ്പൊ എന്നാം പദം കണ്ടുപിടിച്ചാൽ മതി, എത്രാം പദമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്ക് 25,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം എത്ര രൂപ പലിശ കിട്ടും? ഒന്നാം വർഷം എത്ര രൂപ കിട്ടും? 25,000 × 8%. ഒന്നാം വർഷം കിട്ടുന്നത് 2000 രൂപയാണ്. രണ്ടാം വർഷവും ഈ 2000 രൂപയും കിട്ടും. പിന്നെ ആദ്യത്തെ വർഷം കിട്ടിയ 2000 രൂപയ്ക്ക് പലിശ കിട്ടണം. അതാണ് കൂട്ടുപലിശ. 160 കൂട്ടുമ്പോൾ 4160 ആണ്. ഇനി ഇതിന്റെ സ്ക്വയർ മൈനസ് ഇതിന്റെ സ്ക്വയർ. ഈ മിക്സഡ് ഫ്രാക്ഷനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം? ഇത് ഗുണിക്കുക, ഇത് കൂട്ടുക. 4 1 5/2. അടുത്തത് 2 × 1 2 + 1 3/2. ഇതിനെ സ്ക്വയർ ചെയ്യുക, ഇതിനെ സ്ക്വയർ ചെയ്യുക. 25/4 - 6/4 ആണ്. 25 6 കുറയ്ക്കാൻ പറഞ്ഞ അല്ല സോറി 3 9 ആണ്. 25 - 9 16/4 ആണ്. 4 16. ഉത്തരം 4. 1 × 2 2 × 3 3 × 4 ഇങ്ങനെ പോകുന്നു. 10 പദങ്ങളുടെ തുക കാണുക. നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ എഴുതി അങ്ങ് ഗുണിക്കണം. 2 6 12. അടുത്തത് 4 × 5. അടുത്ത 5 × 6 6 × 7
7 ഇൻറ്റു 8, 8 ഇൻറ്റു 9, ഇങ്ങനെ 10 എഴുതിയാൽ മതിയല്ലോ. ഒന്നും കിട്ടിയില്ല പിന്നെ അത് ചെയ്യുക, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ 10 പദങ്ങളുടെ തുക വരുന്നത് ആൻസർ 440 ആണ്. ഒന്നും കൂടെ ഞാൻ ആൻസേഴ്സ് ഒന്ന് കാണിച്ചു പോകാം. 70 വരെ നമ്മൾ 71 ബി ആണ്, 72 സി ആണ്, 73 ഡി ആണ്, 74 ബി ആണ്, 75 ബി ആണ്, 76 സി ആണ്. ഇനി 77 ബി ആണ്. ഇവിടെ ചതുർഭുജമാണ്, 360 ആണ് ടോട്ടൽ കോണളവ്. വലിയ വശം എന്ന് വെച്ചാൽ 4, 3 3 6 4 10 എല്ലാം കൂടെ കൂട്ടി ബൈ 10. അപ്പോ 36 ഇൻറ്റു 4 എന്ന് വെച്ചാൽ 144 ആണ് വലിയ വശത്തിന്റെ കോണളവ്. ഒരു സംഖ്യയുടെ 1 കൂട്ടിയതിന്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ ഏതോ ഒരു സംഖ്യ അതിൻ്റെ കൂടെ 1 കൂട്ടണം, അതിന്റെ വർഗ്ഗമൂലം കാണണം, എന്നിട്ട് ആ ഉത്തരത്തിന്റെ വർഗ്ഗമൂലം വീണ്ടും കാണണം. ഈ സംഖ്യ 1, ഈ സംഖ്യ 3. ഓക്കെ, പി വർഗ്ഗം ഇപ്പുറത്ത് വരുമ്പോൾ സ്ക്വയർ ആയി 9, ഈ വർഗ്ഗം ഇപ്പുറത്ത് വരുമ്പോൾ സ്ക്വയർ ആയി 9 9 81. അപ്പൊ എക്സ് പ്ലസ് 1 81 ആയി. എങ്കിൽ എക്സ് 81 മൈനസ് 1 80 ആണ്. അടുത്തത്, നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഓപ്ഷൻ തിരിച്ചു ചെയ്യണം. ഒരു സംഖ്യ 1 കൂട്ടണം, 81, 81ന്റെ റൂട്ട് 9, വീണ്ടും റൂട്ട് എടുക്കാനാണ് പറഞ്ഞത്, അത് 3, അത് 3 അല്ലേ. അപ്പൊ ഓപ്ഷനിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിന്ന് ചെയ്യാം, രണ്ട് രീതിയിലായാലും ചെയ്യുക. വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങ്, ഉന്നതി 3 മടങ്ങ് വർദ്ധിപ്പിച്ചു, വ്യാപ്തം എത്ര മടങ്ങാണ്? ഉത്തരം 12. അടുത്തത് ഇത് തന്നിട്ടുണ്ട്. എ സി ബി എന്ന് പറയുന്ന ഒരു പൊസിഷൻ 260 ഡിഗ്രി, കോൺ എ സി ബി എത്രയാണ്? അപ്പൊ ഇതൊക്കെ നമ്മുടെ ജോമെട്രി പോർഷനിൽ നിന്ന് ചോദിച്ചു. ആൻസർ 80 ഉത്തരം 50 ഡിഗ്രി. ആൻസർ ഇതാണ് 50 ഡിഗ്രി. അപ്പൊ നമ്മളിവിടെ 100 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമ്മളുടെ ഇന്നത്തെ സെക്ഷന് ഇവിടെ അവസാനിക്കുകയാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.